ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും 1800-11-7800 ടോൾ ഫ്രീ നമ്പറിലൂടെ പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, MyGov എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഇതിഹാസ ഗായിക S. ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി M. ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന S. ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാളെ രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിലെത്തിക്കും. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൗരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൗരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കോർപ്പറേഷന്റെ 3ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സ്ഥിരം സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന NTBR എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ഭൂഗോള പ്രദക്ഷിണത്തെയും എവറസ്റ്റ് പരിവേഷണത്തെയും സംബന്ധിച്ച് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. കേഡറ്റുകളിൽ സാഹസികതയുടെ അനുഭവ പാഠങ്ങൾ പകർന്നു നൽകുന്നതായിരുന്നു പരിപാടി. INSP തരണിയിൽ ലോകം ചുറ്റി ചരിത്രം സൃഷ്ടിച്ച നാവികസേന ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന, രൂപ എന്നിവർ വിദ്യാർത്ഥികളുമായി യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. സ്വകാര്യ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്ഥിതി ക്രമീകരിക്കാൻ സഹായിക്കുന്നതിന് ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഒരു തവണ മാത്രം ലഭ്യമാകുന്ന ഈ പദ്ധതിയുടെ സേവനം 6 മാസ കാലയളവിനുള്ളിൽ പ്രയോജനപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 1961 ആദായ നികുതി നിയമപ്രകാരം അംഗീകാരം നേടിയ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 5 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. തുടർച്ചയായ 4 മാസത്തെ വിൽപ്പനയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടി വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. ഏറ്റവും പുതിയ നിക്ഷേപക കണക്കുകൾ പ്രകാരം ഈ മാസം ഇതുവരെ FPIകൾ ആഭ്യന്തര ഓഹരി വിപണിയിൽ 15,157 കോടി രൂപ നിക്ഷേപിച്ചു. 2016 ആർബിട്രേഷൻ വിധിയുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ വിശാലമായ അവകാശവാദങ്ങൾ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് വിവിധ ലോകരാഷ്ട്രങ്ങൾ. പ്രാദേശിക സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ചൈനയുടെ നടപടിയെന്ന് അമേരിക്കയും ബ്രിട്ടനും വിവിധ ഏഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ 14 രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.